പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക് എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ സംഭവം എന്താണെന്നുള്ളത് ഇപ്പം മിക്കവാറും നിങ്ങൾക്ക് എല്ലാവരും കത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ രാത്രി നിങ്ങളിപ്പോൾ വീഡിയോ രാവിലെ ആയിരിക്കും കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫിറോസ്, ഡേഞ്ചർ ഫിറോസ്, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന സജിന ഫിറോസിലെ ഫിറോസ് ഒരു വീഡിയോ അല്ല, ഏകദേശം 3 വീഡിയോസോളം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറുള്ളതും പിന്നെ അരമണിക്കൂറുള്ള 2 വീഡിയോസ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സജിന ഫിറോസായിട്ട് കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രാഷ് ഉണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യമില്ല. പക്ഷേ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയങ്ങളിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫിറോസ് ഖാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കർമ്മ അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഗതികെട്ടിട്ട് എന്നുള്ള രീതിയിൽ സജിന വന്നിട്ടൊരു വീഡിയോ ഇടുന്നു. അതായത് ഫിറോസിൻ്റെ കുറേ കന്നന്തുരകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല സ്ത്രീകളുടെ അടുത്ത് പോകുന്നുണ്ട്, പല പ്രോഗ്രാമിൽ വെച്ച് കിസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ. അതുപോലെ തന്നെ പ്രായം എത്താത്തൊരു പെൺകുട്ടിയോട് എനിക്ക് തോന്നുന്നു അങ്ങനൊരു ബന്ധമുണ്ട്, പോക്സോ ഉണ്ടെന്നുള്ള രീതി വരെ ഫിറോസിനെ പറ്റിയിട്ട് സജിന പറഞ്ഞിട്ടൊരു വീഡിയോ വരുന്നു. തൽക്ഷണം ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ആ സജിനയുടെ വീഡിയോ അപ്രത്യക്ഷമാവുന്നു. ഫിറോസ് ഈ കർമ്മ എന്ന് പറഞ്ഞിട്ടിരുന്ന വീഡിയോ അപ്രത്യക്ഷമാവുന്നു. ഫിറോസ് അതിലെല്ലാം പറയുന്നത് ഒരു ഉന്നത വ്യക്തി, വലിയ അവാർഡൊക്കെ കിട്ടിയ ഒരു വ്യക്തി ഇതിന് കാരണമാണ്, അദ്ദേഹത്തിന്റെ ജീവിതം തകരാൻ ഇവർ കാരണമാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഫിറോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് സജിന വേറൊരു വ്യക്തിയുമായിട്ട്, ഓസ്കാർ നേടിയ ഒരു വ്യക്തിയുമായിട്ട്, അദ്ദേഹത്തിന്റെ കുട്ടി ഈ സജിനയുടെ വയറ്റിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുന്നുണ്ടായിരുന്നു സജിനയുടെ പേജിൽ. അതങ്ങ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് അവസാനം വന്ന ആ സജിന ഫിറോസ് ഇട്ട് 2 വീഡിയോയും പോയി. ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും കഴിഞ്ഞ ദിവസത്തിൽ സജിനയുടെ പേജിൽ പിന്നെയും ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ വരികയാണ്. ഈ പറയുന്ന ഓസ്കാറുമായിട്ടുള്ള വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ ഓസ്കാർ നേടിയ വ്യക്തിയുടെ വക ഗർഭിണിയാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം വരുന്നു. പിന്നെയും ആ വീഡിയോ അവിടുന്ന് പോയില്ലെങ്കിൽ പോസ്റ്റ് പോയിട്ട് പിന്നെ സജിന പറയുന്നൊരു കാര്യം, എൻ്റെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് ഈ പോസ്റ്റ് വന്നതെന്നാണ്. പക്ഷെ അതിൽ പലർക്കും സംശയമല്ല, അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പേജിൽ ആ വീഡിയോ വന്നപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പലർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതിലേക്ക് കൂടുതൽ ആഴത്തിലൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല, അവരുടെ പേഴ്സണൽ കാര്യമാണ്. ആ പേഴ്സണൽ കാര്യത്തിൽ തന്നെ എന്തിനു ഇവിടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിറോസ് ഖാൻ വന്നിട്ട് സജിനയുടെ മുൻ ഭർത്താവ്, അല്ലെങ്കിൽ അവർ നിയമപരമായിട്ട് വേർപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് ഈ 2-3 വീഡിയോ ഇടുമ്പോൾ ഫിറോസിനെ പറ്റി കുറേ അലിഗേഷൻ സജിന പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഒന്നും ഈ ഫിറോസ് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഈ സജിന വന്ന് ഫിറോസിനെതിരെ കുറേ വിഷയങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഫിറോസിനെ മോശവൽക്കരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ പേര് ഫിറോസിനെതിരായിട്ട് കമന്റും കാര്യങ്ങളും സജിനയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നുവെങ്കിൽ, പക്ഷേ ഫിറോസിന്റെ വീഡിയോയിൽ സജിനയ്ക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഫിറോസ് എന്നുള്ളൊരു വില്ലനെ മാറ്റി നിർത്തി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ പറയുന്ന ഓസ്കാർ കിട്ടിയ വ്യക്തിയും സജിനയുമായിട്ട് തമ്മിലാണോ മത്സരം എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത് പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. കുട്ടി ഉണ്ടാവുന്നതും അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരു രീതിയിൽ ആരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ ധാർമ്മികത എന്ന് പറയുന്ന സാധനം നോക്കുമ്പോൾ വലിയ തെറ്റ് ഇവർ തമ്മിൽ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഫിറോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ പറയുകയാണെങ്കിൽ സജിനയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ആളുകളുടെ പേരുകൾ, ഞാൻ ആലോചിക്കണം എങ്ങനെ വ്യക്തികളുടെ പേരെടുത്ത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഫിറോസ് ഖാന്റെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടായിരിക്കും. പല സിനിമയിലെ സംവിധായകന്മാർ, ഒരു മുഖ്യ ഗായിക, അതേപോലെ തന്നെ പല മേഖലകളിൽ ആൽബത്തിൽ അഭിനയിക്കുന്നവർ, ആൽബം പ്രൊഡ്യൂസ് ചെയ്തവർ, കുറേ പേരുമായിട്ട് സജിനയുടെ അലിഗേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് ഫിറോസ്. കുറേ വീഡിയോസും വോയിസും എല്ലാം കേൾപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം സജിന തീർച്ചയായിട്ടും പറയണം. കാര്യം സജിന ഫിറോസിനെ പറ്റി കുറേ അലിഗേഷൻസ് പറഞ്ഞപ്പോൾ ഫിറോസ് അതിനൊന്നും മറുപടി, അതിന് ഉത്തരങ്ങൾ കൊടുത്തിട്ടില്ല. കുറച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, ഈ കുട്ടിയായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ ബുള്ളറ്റിന്റെ വിഷയങ്ങൾ, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഫിറോസിന് ഒരുപാട് സ്ത്രീ ബന്ധം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സജിന ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഫിറോസ് ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ സജിനയെ പറ്റി ഫിറോസ് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അത് മുഖ്യധാരയിൽ നിൽക്കുന്ന കുറേ അധികം ആളുകളെയാണ് ഇൻക്ലൂഡ് ആക്കി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതിൽ ഈ പറയുന്ന ഓസ്കാർ കിട്ടിയ വ്യക്തിയെ, അദ്ദേഹത്തെയും ചേർത്ത് അദ്ദേഹത്തിനും പലമാതിരി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിതിന് വന്ന് മറുപടി പറയുക തന്നെ വേണം. അല്ലെങ്കിൽ മറുപടി പറയില്ലെങ്കിൽ അവരതുപോലെ സമൂഹത്തിൽ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തി. പക്ഷേ വ്യക്തിപരമായി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പല കാര്യങ്ങളും പലരും ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്ത് അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൽ അലിഗേഷൻസിൽ ഒത്തിരി പേര് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഡ്രഗ്സിന്റെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ കുറെ കാലമായിട്ട് കാണുന്ന ആളെന്ന രീതിയിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്കും ഇതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ടായിരിക്കും. മാത്രമല്ല ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സജിന പല വീഡിയോകളും ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാര്യം സജിന പറഞ്ഞതിന് നേരെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഫിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും അവരെ സ്വയം ശരീരം മുറിവേൽപ്പിക്കുകയും സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചതും അത് സജിനയുടെ എടുത്തിയാട്ടമാണെന്നുള്ള രീതി ഫിറോസ് പറയുമ്പോൾ സജിന തിരിച്ച് ഫിറോസിനെയാണ് ഈ ഇതെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ആരാ സത്യം ആരാണ് ശരി എന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. കുറേ പേര് ഇതിനകത്ത് അലിഗേഷനിൽ വരുന്നുണ്ട്. 1-2 പേര് ഫിറോസ് പറഞ്ഞപ്പോൾ സജിനയെ മാത്രമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോറി സജിന പറഞ്ഞപ്പോൾ ഫിറോസ് മാത്രമായിരുന്നു അതിനകത്ത് ഇല്ലെങ്കിൽ ഫിറോസിന്റെ കഥയിൽ ഒരുപാട് പേരുടെ വീഡിയോസ്, ഒരുപാട് പേരുടെ ഫോട്ടോസ്, കാര്യങ്ങളെല്ലാം വരുന്നു. ഫിറോസ് ഒരു പരിധി വരെ ലഹരിക്ക് അടിമയാവാൻ ഈ സജിനയാണ് കാരണമെന്ന് വരെ ഫിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗമുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. ഇതിനകത്ത് ഈ ഒരു 1-1.5 മണിക്കൂർ വരുന്നൊരു സംഭവം ഫിറോസിന്റെ പേജിലുണ്ട്. ഇനിയിപ്പോൾ നാളെ പോകുമെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ ഭാഗം അടർത്തിയിട്ട് ഞാൻ കേൾപ്പിച്ചല്ലോ, അതിന് ബാക്കി കേൾപ്പിക്കാം. മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പോയി എന്നുള്ള കാര്യം മാസമായ നിങ്ങൾ പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തേനെ. ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് ഫിറോസ് സജിനയ്ക്ക് ലീഗലി ഡിവോഴ്സ് നൽകുന്നില്ല എന്നൊരു അലിഗേഷൻ സജിന പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോക്ക് റിമൂവ് ആയിപ്പോയി. അത് പറയിപ്പിച്ചത് ഈ പറയുന്ന ഓസ്കർ കിട്ടിയ വ്യക്തിയാണെന്ന്. ആളുടെ പേരൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാര്യം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് പ്രത്യേകിച്ച് തരത്ത് പറയുന്നില്ല ഞാൻ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞിട്ടാണ് സജിന ഫിറോസിനെതിരെ അങ്ങനെ പറഞ്ഞതെന്ന് ഫിറോസ് പറയുന്നുണ്ട്. അതിനുള്ള തെളിവാണെന്നാണ് ഈ വോയിസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെല്ലാം അവർ മറുപടി പറയണം തീർച്ചയായിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഗുരുതരമായ ആരോപണമാണ്. സമൂഹത്തിൽ ഇത്രയും ഉന്നതി നിൽക്കുന്ന ആളുകൾ, സമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെയൊക്കെ ഉണ്ടായി പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് മറുപടി പറയുമായിരിക്കും, പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വലിയ കോട്ടം തട്ടുന്ന സംഭവമാണ്. ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താണെന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. അതൊരു കേസ്, ഒരു കൗണ്ടർ കേസിൽ പെരക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നമ്മളൊരു മിസ്സിംഗ് കേസിൽ കൊടുക്കുമ്പോൾ കേസ് ബലപ്പെടാൻ വേണ്ടി കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കട്ടെ ഞാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളെ കുഞ്ഞ് 2ാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. ചെറിയൊരു ഭാഗം ഞാനത് കേൾപ്പിക്കുന്നുള്ളൂ. അതിനകത്ത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഫിറോസിന് കിട്ടിയ വോയിസിന്റെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ഉള്ള അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒരു വോയിസ് ക്ലിപ്പ് അതിനകത്ത് വരുന്നുണ്ട്. പലരുടെയും വോയിസിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫിറോസിനെ വളരെ വലിയ രീതിയിൽ മോശവൽക്കരിച്ചായിരുന്നു സജിന അന്ന് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അത് പിറ്റേ ദിവസമായപ്പോൾ ഡൗൺലോഡ് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഇട്ട സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാം വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ഇത് കണ്ടിട്ടുണ്ടാവും. വലിയ മോശമുള്ള അലിഗേഷനാണ് ഫിറോസിനെതിരെ ഉണ്ടായത്. ഫിറോസ് അതിന് മാനസികമായിട്ട് ഒരുപാട് തളരുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരികയും ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫിറോസ് നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ, സജിനയാണെങ്കിൽ മറ്റുള്ളവർ ഉത്തരം പറയണം. അതിനപ്പുറത്തേക്ക് സജിനയും മറ്റുള്ളവരും നിരപരാധിയാണെങ്കിൽ ഫിറോസും അതിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. ഫസ്റ്റ് ഇതിന്റെ തുടക്കം തന്നെ ഫിറോസ് പോലീസിൽ ഒരു പരാതി കൊടുത്തു തുടങ്ങുന്നതായിട്ടാണ്. മാത്രവുമല്ല ഫിറോസിന് ഇനി ജീവഹാനി ഉണ്ടാവും എന്നുള്ള രീതിയിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതിൽ ഇവർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. സജിന പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് വേറൊരാളുമായിട്ട്, ഒരാളിൽ കുട്ടി ഉണ്ടാകുന്നതാണെങ്കിലും ഒരാളുമായിട്ട് ജീവിക്കുന്നതാണെങ്കിലും പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ അത് മറ്റൊരാളെ ചവിട്ടി തേച്ചുകൊണ്ടാണെങ്കിൽ, മറ്റൊരാളെ ലഹരിക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് ഫിറോസ് ഇതെല്ലാം ഇവരെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ, ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതിനും ഇവിടെ അവകാശമില്ല. പക്ഷെ ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വരുമെന്ന് വിചാരിക്കും. കാര്യം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ വളരെ വലിയൊരാളാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട്, ആ വ്യക്തിയെ പറ്റിയിട്ട് ഫിറോസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓരോ ജില്ലയിലും ഓരോ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ആണെങ്കിൽ പുറത്തേക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ സാമൂഹികപരമായിട്ടും കലാപരമായിട്ടും അത്രയും ഉന്നതി നിൽക്കുന്ന ഒരാളെ പറ്റി ഇത്ര അലിഗേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള കാര്യങ്ങൾ, ഇതിനുള്ള മറുപടികൾ, ഇതിനുള്ള ഉത്തരങ്ങൾ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. തീർച്ചയായിട്ടും ബാക്കി വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ വരാം. ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും, പബ്ലിക്കിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് പബ്ലിക്ക് ഇത് ഓഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ ആ ഒരു വിഷയം എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ ഓരോരുത്തരും അവരുടേതായ ഭാഗങ്ങൾ പറയേണ്ടി വരും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗായിക ഇതിൽ വരുന്നുണ്ട്, ഒരു പ്രമുഖ സംവിധായകൻ വരുന്നുണ്ട്, 3-4 വ്യക്തികൾ, അല്ലാത്ത കോമൺ വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്.
അവരെല്ലാം ഫാമിലിയായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അവരൊക്കെ ഇപ്പോൾ വേറെ വേറെ രീതി ജീവിക്കുന്നവരായിരിക്കും. അവരെയൊക്കെ ഇതിലേക്ക് വലിച്ച് ഫിറോസ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഫിറോസിൻ്റെ തെളിവുണ്ടായിരിക്കണം. അതുണ്ടെന്ന് ഫിറോസ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഡേഞ്ചർ ഫിറോസ് ഖാൻ, സജിന അവരുടെ വിഷയത്തിൽ ഇനി എന്താവും ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നാളെ പുലരുമ്പോഴത്തേക്കിനും ഫിറോസ് ഖാൻ ഇട്ട വീഡിയോസ് അപ്രത്യക്ഷമാകുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന ഇറ്റ്സ് വെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.